ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ ഉറങ്ങിണീച്ച് വന്നിട്ട് നേരെ അടുക്കളയിലേക്കാട്ടോ. നമ്മൾ മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റായി വന്ന് അപ്പോഴേക്കും അടുക്കളയിൽ കുറച്ച് തകൃതിയായൊരു പരിപാടി കേട്ടോ. സിനേട്ടന് 7 മണിയാകുമ്പോഴേക്ക് പോകണം. അപ്പോഴേക്കും ഞാൻ കുറച്ച് ചമ്മന്തിയും ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ ഞാൻ ഇന്നലെ അരച്ച് റെഡിയാക്കി വെച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് മാവ് പൊന്തിയൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് ഇനി നമുക്കൊരു ദോശ ഉണ്ടാക്കാം. ഒരു നല്ലൊരു ഉള്ളിച്ചമ്മന്തി, വലിയ ഉള്ളിയും വറ്റൽ മുളകും തക്കാളിയും വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ജാറിൽ അരച്ചെടുക്കുക. കൂടെ ഉപ്പും കൂടി ഇടാൻ മറക്കണ്ട കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. സത്യം പറയാച്ചാൽ ഞാനത് മറന്നുപോയി കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഞാനത് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിൽ, അതൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ. അത് കഴുകി അമ്മ ഇനി കുളിക്കാനൊക്കെ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും സിനേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചമ്മന്തി ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കാനായിട്ട്. പിന്നെ അമ്മ 1-2 മീനൊക്കെ മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മയ്ക്ക് കമ്പനിയിൽ ചോറുണ്ട്, കറി കൊണ്ടുപോയാൽ മതി. കറിയോ മീൻ പൊരിച്ചതോ കൊണ്ടുപോകും അമ്മ. കറി ഉണ്ടെങ്കിൽ കറി കൊണ്ടുപോകും. പിന്നെ മീൻ തലേന്ന് കൊണ്ടുവച്ചതുണ്ടെങ്കിൽ അത് അമ്മ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ സിനുവേട്ടൻ അമ്മയ്ക്ക് രാവിലെ ബസ്സിന് പോകാൻ ഇന്ന് പൈസ ഇല്ല പറഞ്ഞപ്പോൾ സിനുവേട്ടൻ അമ്മയ്ക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി റെഡി ആയിന്. ഇനി എനിക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിനി ഇന്ന് നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും കഴിക്കുക. അപ്പോൾ രാവിലെ തൊട്ടേയുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എല്ലാവരും എൻ്റെ വ്ളോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അപ്പോൾ 2-3-4 ദിവസമായിട്ട് ഞാൻ വീണ്ടും വ്ളോഗൊക്കെ ആയിട്ട് വന്നത്. ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ വ്ളോഗൊക്കെ നിർത്തി വെച്ചതേനില്ല. ഒന്നാമത് ചെയ്യാനുള്ള മടിയും പിന്നെ ചെയ്താൽ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ വ്ളോഗ് ഇട്ടാൽ മാത്രമേ നമ്മളെ ചാനലിനൊരു എന്താ പറയുക ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് അറിയാഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുഞ്ഞു മടിയൊക്കെ പിടിച്ചതാണ് സത്യത്തിൽ. അപ്പോൾ ഇനി വീണ്ടും ഉഷാറോട് കൂടി നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കേണ്ട ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ വേഗം വേഗമുള്ള തിരക്കിട്ട പരിപാടി കേട്ടോ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആക്കം പോലെ, കാരണം അമ്മ 7:35 പോവുള്ളൂ. കാരണം സിനേട്ടൻ നേരത്തെ പോകണോണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ 4 മത്തി മുറിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിന്. അതിൻ്റെ ഇടയിൽ കൂടി ഇനി അമ്മ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ വെക്കും. അപ്പോൾ ഞാൻ അമ്മനോട് ആ ചമ്മന്തിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ജാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. ദോശ അവിടെ ആവണമുണ്ട്. ഒരു 3-4 ദോശയായിട്ട് നമുക്കത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ ആളത് കഴിച്ചിട്ട് സമയമാകുമ്പോഴേക്ക് പോയിക്കോളും. അപ്പോൾ ഇനി ചായ കുടിക്കാതെ ആരും പോവണ്ടല്ലോ. നമുക്ക് രാവിലെ തന്നെ പണിക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് തന്നെയാണ് പോവല്. നന്ദുമോൾ മാത്രം ഇവിടെ ഒന്നും തിന്നാതെ പോവുള്ളൂ കേട്ടോ. ഓൾക്ക് പിന്നെ രാവിലത്തെ ഭക്ഷണം വല്ലാണ്ട് ആവശ്യമില്ലാത്ത പോലെയാണ്. അങ്ങനെ അമ്മ അവിടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അമ്മയ്ക്കും തുമ്മൽ, അതിൻ്റെ മണം കേട്ടിട്ട് എനിക്കും തുമ്മൽ ഒക്കെ ആയി. മീൻ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. അപ്പോൾ സിനിമേട്ട അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തകൃതിയായ പരിപാടി എന്ന് തന്നെ പറയാമല്ലോ. അങ്ങനെ സമയം ഒരു 6:45 അടുത്തൊക്കെ എത്തിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് 6:10 എണീച്ചന് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പണികളിന്ന് പെട്ടെന്ന് കഴിയാൻ തുടങ്ങിയത്. എന്നാലേ നമുക്ക് ദോശയും കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ ആൾ പോകാനാകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി. സിനേട്ടൻ ചായ കുടിച്ച് കഴിയാനായിട്ടോ. അത് തുടക്കത്തിലേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി ആൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് എണീച്ച് ഇനി ഞാൻ വീണ്ടും രണ്ടാമതുള്ള ദോശയൊക്കെ അമ്മയ്ക്ക് ദോശ കൊണ്ടുപോകാനും പിന്നെ എനിക്ക് തിന്നാനും കൂടി ഉള്ളത് ഉണ്ടാക്കണുള്ളൂ. മക്കൾ എണീച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മക്കൾക്ക് ആ സമയം ആകുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതിയിൽ വെച്ചിട്ട് ഞാനവിടെ മാവ് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കുറച്ച് ചൂടോട് കൂടി തിന്നാലോ, അല്ലെങ്കിൽ അവർ എണീക്കണതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ചുട്ടേക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ച് മാവ്. പിന്നെ നാളേക്കുള്ള മാവ് അവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വെളിച്ചെണ്ണ ഒക്കെ തേക്കുന്നുണ്ട്. അമ്മയ്ക്ക് രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്ക് കുളിക്കലും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ നന്ദു അങ്ങനെ തന്നെ കേട്ടോ. 7 മണി ആകുമ്പോഴേക്ക് എണീച്ച് പോകാനാകുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും, അവളുടേതായ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പോയി ഗായ്സ്. പിന്നെ ഞാനിത് അടുക്കളയിൽ വീണ്ടും കയറി നന്ദമോക്കുള്ള ദോശമാവ് അവിടെ വെച്ചിട്ട് മറ്റേ ദോശമാവ് ഫ്രിഡ്ജിലേക്ക് വെക്കാനും വെച്ച് അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി സെറ്റാക്കിയിട്ട് പിന്നെ ചായയൊക്കെ ചോറും ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് രാവിലത്തെ അടുക്കളേൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ആകെ അലമ്പായി കിടക്കല്ലേ. കാരണം രാവിലെ അങ്ങനെയാണല്ലോ നമ്മൾ അടുക്കള. പിന്നീട് മീൻ മുറിക്കാൻ വേണ്ടി വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചതുണ്ട് കേട്ടോ. അമ്മ ഇന്ന് കുറച്ച് 2-3 എടുത്ത് പൊരിച്ച് കൊണ്ടുപോയതാണ്. ബാക്കി കറി വെക്കാനായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. പിന്നെ ഞാനതൊന്ന് മുറിച്ചൊക്കെ എടുത്ത് പിന്നെ 2 കറിവേപ്പിലയും പിന്നെ 2-3 പച്ചമുളക്, ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പോഴേക്ക് ഞാൻ പോയി കുറച്ച് ചീര പറിച്ചു കേട്ടോ. നമ്മളെ മുറ്റത്ത് തന്നെയുള്ളൊരു ചീര, അത് പറിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളം തിളച്ചണോന്ന് നോക്കുന്നുണ്ട്.
അപ്പം തിളച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോഴേക്ക് വെള്ളം അടിപൊളിയായിട്ട് തിളച്ച്. അപ്പോൾ ഞാൻ കുറച്ച് അരിയൊക്കെ എടുത്ത് ഉച്ചക്കത്തേക്കുള്ള ചോറിനും രാത്രിത്തേക്കുള്ള ചോറിനും കൂടിയുള്ള അരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മത്തി തേങ്ങ അരച്ച് കറി വെക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്നും ഈ വീട്ടിൽ മത്തിയാണോ എന്ന്. സത്യം പറയാലോ ഗൈസ്, കുഞ്ഞു കുഞ്ഞു മീനുകളൊന്നും നായക്കുട്ടികൾക്ക് ഇഷ്ടമല്ല. അവർക്ക് അതിൻ്റെ സ്മെല്ലും കിട്ടൂല, ചൊയയും കിട്ടൂല. മത്തിയാകുമ്പോൾ പിന്നെ അവർക്ക് അതിൻ്റെ ചൊയ കിട്ടിയാൽ അവർ ചോറ് തിന്നും. ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു ഇഷ്ടങ്ങളും കൂടി മാനിച്ചിട്ടാട്ടോ മീൻ വാങ്ങാൻ. സത്യം പറയാച്ചാൽ പിന്നെ വലിയ മീനുകൾ വാങ്ങിയാൽ ഞാനും അമ്മയും കൂട്ടുമില്ല. ഇത് വീണ്ടും റിപ്പീറ്റായിട്ട് പറയണത് ഇനി എന്നും മത്തിയാണോ എന്നുള്ളൊരു ചോദ്യം വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ മത്തി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഭക്ഷണമാണ്. അതും കൂടി എല്ലാവരും ആലോചിക്കണം. മത്തിക്കൊക്കെ ഭയങ്കര വിലയുള്ളൊരു സമയമുണ്ട്, മത്തി കിട്ടാത്ത സമയമുണ്ട്. 100 രൂപയ്ക്ക് 6 മത്തി കിട്ടുന്ന സമയമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മത്തി തന്നെ ഏറ്റവും വലിയ എന്താ പറയുക ഐശ്വര്യം തന്നെ പറയാം അല്ലേ. അപ്പം മത്തി കിട്ടിയിട്ടുണ്ട്, മുറിച്ച് സെറ്റാക്കി. അപ്പം അത് മറ്റേ കേട് പോലത്തെ ആ മത്തിയൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് ഇല്ലാത്ത മത്തിയല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മത്തി തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം മത്തി കിട്ടിയാലും അടുപ്പിച്ച് മത്തി കിട്ടിയാലും വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആ ചീരയൊക്കെ അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെച്ച് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ച് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ച് അവിടെ വെച്ചിന്. തേങ്ങ ചിരവാൻ വേണ്ടി എടുത്ത് കൊണ്ടുപോയി വെച്ചിന്. അപ്പോൾ ഒരു മുറി തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചിരവിയെടുക്കാം. അപ്പോൾ തേങ്ങ ചിരവണത് എങ്ങനെയാണെന്ന് കണ്ടോ ഗൈസ്. ഞങ്ങളിവിടെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ചിരവയല്ല എല്ലാ വീടുകളിലും ഉണ്ടാവുക പണ്ടൊക്കെ. ഇപ്പം ഇങ്ങനത്തെ ചിരവ. ഈ ചിരവയ്ക്ക് ഇപ്പം അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു 5-8 വർഷത്തെ പഴക്കമായിട്ടാണ്. ഞങ്ങൾ അതവിടെ ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേറെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ ചിരവ, പിന്നെ ഇതേപോലെ സ്റ്റാൻഡുമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വീണ്ടും അത് ആവശ്യം കഴിഞ്ഞ് എടുത്ത് വെക്കുക. അതാണ് കേട്ടോ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു തടസ്സം പോലെ നിൽക്കില്ല. ഇത് സത്യം പറയിച്ചൊരു തടസ്സമാണ് കേട്ടോ അവിടെ. പിന്നെ ഊരിയാൽ പിന്നെ അത് പോയില്ലേ. അങ്ങനെ തേങ്ങ ചിരവി അത് അരച്ച് സെറ്റാക്കി കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിന്. പുറമെ നല്ല മഴക്കാറുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം. നല്ലോണം കത്തിച്ച് ഞാൻ അങ്ങോട്ട് കേട്ടോ, കാരണം എനിക്ക് അത്യാവശ്യം പണി പുറത്തും കിടക്കണ്ടേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്ത് പോയി കുറച്ച് തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എല്ലാം നമ്മളെ ഈ 2 കൈ. അപ്പം ചില സമയം വിചാരിക്കും ദൈവമേ ഈ 2 കൈ 4 കൈ ആക്കി തരുമോയെന്ന്. 4 കൈ ഉണ്ടെങ്കിൽ 2 കൈ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ 2 കൈ കൊണ്ട് ഈ പണി എടുക്കാമെന്നുള്ളൊരു ധാരണയാണ് കേട്ടോ സത്യത്തിൽ. ചില ദിവസം നല്ല പ്രാന്തും പിടിക്കും, എത്ര എടുത്താലും കഴിയാത്ത പണിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും വീട്ടിലെന്താ അത്ര പണിയില്ലേ. അത് ചോദിക്കുന്നവരെന്താ പറയുക അങ്ങനെ ചോദിക്കുന്നത്. പണിയൊന്നും എടുക്കാത്തവരാണ് വീട്ടിലെന്താ പണിയെന്ന് ചോദിക്കുന്നത്. വീട്ടിലാണ് ഗൈസ് പണിയുള്ളത്. പുറമെ പോയിട്ട് പണി എടുക്കണവർക്ക് അവർ പറയുന്ന പണി മാത്രം എടുത്താൽ മതി. വീട്ടിലങ്ങനെയല്ല. വീട്ടിൽ എന്താ പറയുക എല്ലാ പണികളും എടുക്കണം. ആ പണിയെടുക്കണം. ആ വീട്ടിലെ ആൾക്കറിയാം ആ പണീൻ്റെ ഒരു ബുദ്ധിമുട്ടും ആ പണീൻ്റെ ഒരു ഭാരമൊക്കെ. ഇനി ആരും അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് പെണ്ണുങ്ങളെ കുഴപ്പത്തിലാക്കരുത്. വീട്ടിലെ പണി എന്താണോ എന്ന് ചോദിച്ചാൽ അതാണ് ഗൈസ് പണി. പിടുപ്പത് പണിയെന്ന് കേട്ടില്ലേ, അതാണ് വീട്ടിലെ ജോലി. അങ്ങനെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മീൻ ഒന്ന് സെറ്റാകുമ്പോഴേക്കും നമ്മളെ പുളി ഒന്ന് അലിഞ്ഞ് വരട്ടെ വിചാരിച്ചിട്ടാണ് ഗൈസ്. ഞാൻ സാധാരണ അതാ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ, എൻ്റെ കോലം ഇങ്ങനെയാണ്. ഞാനിതാ സാധാ പോലെ നൈറ്റിയൊക്കെ ഇട്ട് നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മൾ VIP അല്ല റിച്ചും അല്ല, അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരി ഒരു പെണ്ണാണ്. ഞാൻ വീട്ടിലിങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് സുന്ദരിയായി വരും എന്നല്ലാണ്ട് വീട്ടിൽ ഞാനിതാ ഇങ്ങനെ തന്നെയാണ്. വീഡിയോക്ക് വേണ്ടിയിട്ടും ഞാൻ ഒരുങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളെങ്ങനെയാണോ അങ്ങനെ മതി നമ്മളെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പൊക്കോളോട്ടാ. പിന്നെ കണ്ടു വന്നിട്ട് കുറ്റം പറയാൻ നിൽക്കണ്ട. ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കണം. ചീനച്ചട്ടിയിലാട്ട കറി വയ്ക്കണത്. മൺചട്ടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ അതൊരു എയിമാണ് കേട്ടോ. മൺചട്ടിയിലും വെക്കാറുണ്ട്, എന്നാലും ചീനച്ചട്ടിയിൽ തന്നെ വെക്കാൻ വിചാരിച്ച്. അങ്ങനെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗൈസ് ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഉലുവ ഇടണം. ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ചോറൂറ്റലിങ്ങനെ നടക്കണം. കാരണം റേഷൻ കടയിലെ അരിയാണേ, അത് പെട്ടെന്ന് ഊറ്റിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് കഞ്ഞിവെള്ളത്തിൽ കിടന്ന് അത് പിന്നെയും വെന്തുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ചോറിൻ്റെ അടുത്തേക്ക് ഒരു കണ്ണ് വേണം കേട്ടോ. നമ്മളത് നല്ല അടിപൊളിയിൽ എടുത്താലേ തിന്നുമ്പോഴും ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഓവർ വെന്ത് പോയാലും ഒന്നിനും പറ്റൂല, വേവാതിരുന്നാലും ഒന്നിനും പറ്റില്ല. അപ്പോൾ അതൊരു മീഡിയം സൈസിൽ വെന്ത് സെറ്റായി കിട്ടിയാലേ നമുക്ക് നല്ല റേഷൻ കടയിലെ അരിൻ്റെ ചോറും നല്ല മത്തിക്കറിയും കൂട്ടി നമുക്ക് തിന്നാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ തീ കത്താതെ ഒന്ന് ഇടയ്ക്കൊന്ന് സ്റ്റക്കായി.
അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗ്യാസ്. ഞാൻ എത്ര ഊതിയിട്ടും അത് കത്തണില്ല. പിന്നെ കത്തിയെന്ന് തോന്നണം. ഞാൻ ഇടയ്ക്ക് തീപ്പെട്ടിക്കൊള്ളിയൊക്കെ ഒരുതിയിട്ട് കൊടുക്കും, കടലാസ് ഇട്ട് കൊടുക്കും. ഭ്രാന്ത് പിടിച്ച് പിന്നെ ഒന്നും പറയണ്ട. പിന്നെ ഈ ഗ്യാസ് തീരണ്ടല്ലോ എന്നുള്ളൊരു ശ്രദ്ധയോണ്ടാണ് ഞാനിത് സത്യത്തിലും എല്ലാം അടുപ്പത്ത് തന്നെ ചെയ്യണത്. എനിക്ക് അടുപ്പത്ത് പണിയെടുക്കാനാണ് ഇഷ്ടം കേട്ടോ. നല്ല വിറകുണ്ട് പിന്നെ ഒന്നും പറയണ്ട. പിന്നെ അടുപ്പിൻ്റെ സൈഡിൽ കിടക്കുന്ന ആ വിറകുണ്ടല്ലോ, അത് അമ്മ വൈകുന്നേരം കമ്പനിയിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞി കുഞ്ഞി ചാക്കുകളിലാക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ. അതവിടെ വെച്ചാൽ നമ്മൾ അടുപ്പിൻ്റെ ചൂടൊക്കെ തട്ടി നല്ലോണം നീര് വലിയും. നീര് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ എടുത്ത് അത് അടുപ്പിലേക്ക് കൊണ്ട് വെച്ചാൽ അടിപൊളിയായിട്ട് ചറഞ്ചം പൊറഞ്ചം പൊറഞ്ചം കത്തും. അപ്പം നല്ലൊരു ചൂടൊക്കെ കിട്ടി നമ്മൾ അടുപ്പത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് 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 റെഡിയാവും. അങ്ങനെയാണ് നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മേൻ്റെ കമ്പനിയിൽ നിന്ന് ഞങ്ങളിത് പണ്ടൊക്കെ ഈ വിറക് അടുപ്പിക്കും കേട്ടോ, നമ്മളെ പിക്കപ്പിന്. പക്ഷേ ഇപ്പോൾ ആ വിറക് പോയി വാരിയിടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വിറക് വാങ്ങുന്നത്. അമ്മേൻ്റെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് വിറക് കിട്ടും, വണ്ടി പൈസ നോക്കിയാൽ മതി. പക്ഷെ അത് വാരിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. പക്ഷെ അത് വെയിലൊക്കെ ഉള്ള സമയത്ത് കൊണ്ടുവന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് വെച്ചാലുണ്ടല്ലോ പുറമേ നിന്ന് വാങ്ങണ വിറകൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിക്കും. അത്രയും സ്ട്രോങ് ആയിട്ട് അത് നല്ലോണം കത്തും. അപ്പോഴാണ് ഗൈസ് നമ്മളെ ഇവിടെയുള്ള ഏക സന്തതിയായ ഒരു പെൺപുത്രി 11 മണിക്ക് ഉറങ്ങി നീച്ച് വരുന്നു ഗൈസ്. കോളേജില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടന്നുറങ്ങണത്. കോളേജിൻ്റെ ആൾ നേരത്തെ നീച്ച് പോണതാണ്. പിന്നെ ഞാൻ ആരും ഉറങ്ങുമ്പോഴും വിളിക്കില്ല ഗൈസ്, ഉറക്കം ഉണ്ടായിട്ടല്ല ഉറങ്ങണത്. പിന്നെ എന്തിനാ നമ്മൾ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് എണീക്കടാ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉറക്ക് കഴിഞ്ഞാൽ അവരെണീച്ച് വരും. ഉറക്കം തെളിഞ്ഞ് എണീച്ച് വരുന്നത് അതൊരു വൈബാണ് ഗൈസ്. നമ്മളെ പോലെ ഉറക്കം പൂർത്തിയാവാതെ രാവിലെ അടുക്കളയിൽ പണിയുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ എന്ന് വിചാരിച്ച് വരുമ്പോൾ നമുക്കത് ഭയങ്കര ക്ഷീണത്തോടു കൂടി വരുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഉറങ്ങണവരുറങ്ങട്ടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണിയുണ്ട് നമ്മളെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത് തന്നെയാണ് കൂടുതലും ഇഷ്ടം. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയാം, നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഒരാൾ അതെടുക്ക് ഇതെടുക്ക് മറ്റേതെടുക്കെന്ന് പറയണ്ട. ഞാൻ ആ വൈബിൽ അങ്ങനെ പണിയെടുത്ത് പോകട്ടോ. ഓരോന്ന് ടൈം ടേബിൾ പോലെ എടുത്തു പോകും. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും പുത്തരിയല്ല ഗായ്സ്. ഞാൻ ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറേ വർഷങ്ങളായി. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയേണ്ടത് മാത്രമല്ലേ, എല്ലാ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല. എല്ലാവരും അടുക്കളയിൽ വെച്ച് വിളമ്പണതും കെട്ടിയന്മാരെ നോക്കണതും മക്കളെ നോക്കണതും ഒക്കെ അറിയാഞ്ഞിട്ടല്ല. എല്ലാ പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. പിന്നെ ഗൈസ് പണിയെടുത്ത് തീരാഞ്ഞാൽ ചിലപ്പോൾ ഒരു നട്ടപ്രാന്ത് വരും. അത് സ്വാഭാവികം, അത് എല്ലാ പെണ്ണുങ്ങൾക്കുള്ളതാണ്. കുറച്ചൊന്ന് ഇരിക്കുക, കുറച്ചൊന്ന് കെടുക്കുക എന്നുള്ളൊരു ആവേശത്തിലായിരിക്കും നമ്മൾ ഈ പണിയെടുക്കുന്നത്. സത്യം ഗൈസ്, എനിക്ക് ഈ അടുക്കള പണിയൊക്കെ കഴിഞ്ഞാൽ കൂളിയൊക്കെ കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും കിടന്നില്ലെങ്കിൽ ഒരു ആശ്വാസവും ഉണ്ടാവില്ല. ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ പോയി കിടക്കും. അപ്പം ഞാൻ മൊബൈലെടുത്ത് യൂട്യൂബൊക്കെ ഒന്ന് നോക്കി വാട്സപ്പൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഇടയിൽ നമുക്ക് കയറാനുള്ള കുഞ്ഞു ലൈവുകളിലൊക്കെ കയറി കുറച്ച് കമൻ്റൊക്കെ ഇട്ട് പിന്നെ കണ്ണൊന്ന് അടച്ച് കുറച്ച് നേരം കിടന്ന് പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ നമ്മളെ ലൈവിൻ്റെ സമയമാകും അപ്പോഴേക്കും. എന്നിട്ട് നമ്മളെ ലൈവ് ഇട്ട് അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ അത് ഓഫ് ചെയ്ത് ഷോർട്സ് വല്ലതും ചെയ്യാണ്ടും ചെയ്ത് വല്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഒന്നും പറയണ്ട ഗൈസ്. ഒരു ദിവസം പോണ പോക്കേ, നമുക്ക് സമയം പോക്കാൻ ഒരു ദിവസം തന്നെ എന്താ പറയുക ധാരാളം. അതിൻ്റെ ഇടയിൽ ഒരാളെ പറ്റി കുറ്റം പറയാനോ മറ്റവരെ പറ്റി കുറ്റം പറയാനോ മറ്റവരെ ഫോൺ വിളിച്ച് മറ്റേ കാര്യം പറയാനോ ഒന്നും ഇവിടെ നേരില്ല ഗൈസ്. ഞാൻ അത്തരക്കാരി നാഹി ഹേ. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടാതെ ഇരിക്കണോണ്ട് ആവിധ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഗായ്സ്. പിന്നെ മനസ്സിൻ്റെ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാകും, അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യർക്കുള്ളതാണത്. എന്തായാലും നമ്മളെ പുളി ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ മസാലകളൊക്കെ ഇട്ട് സെറ്റാക്കി ഗൈസ് കറി തിളച്ചു വന്നു. ഇനി നമുക്ക് ഈ കറിയിലേക്ക് എന്തിടണം, ഈ കറിയിലേക്ക് മീനിടണം. മത്തി മുറിച്ച് വെച്ച മത്തി ഇട്ട് കൊടുക്കണം നായ്ക്കുട്ടികൾക്ക്. എന്നിട്ട് നമുക്ക് കുറച്ച് മത്തിക്കറി മാറ്റി വെക്കണം. എന്തിന്, മുളക് കറി. അവർക്ക് തേങ്ങ അരച്ച കറിയോട് വലിയ എന്താ പറയുക പ്രിയമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് കറി മാറ്റി വയ്ക്കും, അത് കൂട്ടി കൊടുക്കും. എന്നിട്ട് രാത്രിയിൽ ഇന്ന് തേങ്ങ അരച്ച കറി കൊടുക്കണം എന്നൊരു തീരുമാനമുണ്ട്. എന്താ വെച്ചാൽ നോക്കാം. ചെമ്മിക്കറിയൊന്നും വല്ലാണ്ട് തിന്നൂല, പക്ഷേ ഇപ്പം ഞങ്ങൾ ചെമ്മിക്കറിയും കൊടുക്കും. അതുകൊണ്ട് ആൾ ചെമ്മിക്കറിയൊക്കെ തിന്നൽ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ മത്തി ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് തിളച്ച് സെറ്റാകുമ്പോൾ കുറച്ച് കറിയൊക്കെ കോരി വെക്കാം. ചോറ് ഊറ്റൽ ഇതുവരെ കഴിഞ്ഞില്ല കണ്ടോ. കാരണം നല്ലോണം വെള്ളമൊക്കെ പോക്കിയിട്ടാണ് ചോറ് ഇടുന്നത്, അല്ലെങ്കിൽ രാത്രിയിലേക്ക് കേടുവരും. രാത്രി ഈ ലൈവൊക്കെ കഴിഞ്ഞ് 11 മണിയാകുമ്പോഴേക്കാണ് ചോറ് തിന്നണത്. അപ്പോഴേക്കൊക്കെ നല്ല ചോറ് പോലെ നിൽക്കണമെങ്കിൽ ഇതിലത്തെ വെള്ളം നല്ലോണം പോകണം. വെള്ളം ഉണ്ടെങ്കിൽ ചോറ് കേട് വരും. പിന്നെ രാത്രി തിന്നാൻ നേരത്ത് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കേണ്ടി വരും.
അപ്പം അതിലും നല്ലത് എടുക്കണ പണി വൃത്തിക്കും വെടുപ്പിനും കാര്യത്തിലും എടുത്താൽ അത് അവിടെ സെറ്റായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ മീൻകറി തിളച്ചു. അപ്പോൾ നായ്ക്കുട്ടിക്കുള്ള മീൻകറി അവിടെ എടുത്തേക്കുണ്ട്. ഇനി നന്ദമോൾ ഓർക്ക് ചോറൊക്കെ കൊടുത്തോളും. അപ്പോഴേക്കും എനിക്കുള്ള ബാക്കി പണികളും കൂടി എനിക്ക് തീർക്കണം. ഞാൻ കുറച്ച് ചീര അരിഞ്ഞ് വെച്ചനല്ലോ നേരത്തെ, അതും ഒന്ന് ചെറിയൊരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം. അപ്പം നമ്മളെ കറി ഏകദേശം തിളച്ച് വന്നപ്പോഴേ ഞാൻ മീൻകറി എടുത്തു വെച്ചതിന് ശേഷം ഞാൻ നമ്മളെ തേങ്ങ അരച്ചതൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ച് കലക്കി സെറ്റാക്കി വെച്ചതാണ്. ഇനി അതൊന്ന് ഇട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. മീനും വെന്തിന്. അപ്പോൾ 2 നേരത്തേക്കുള്ള കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം തേങ്ങ അരച്ചത് കുറച്ച് വറ്റി റെഡി ആകുമ്പോൾ അവിടെ സെറ്റായിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സൂപ്പറായിട്ട് നമ്മളെ മീൻകറി ഇവിടെ സെറ്റ് ആവുന്നുണ്ട് ഗൈസ്. ആർക്കെങ്കിലും മീൻകറി വേണമെങ്കിൽ ചോദിച്ചുകൊണ്ടിട്ടാം, ഞാൻ തരാം. പാത്രമായിട്ട് വന്നാൽ മതി. കാരണം എൻ്റെ വീട്ടിലെ പാത്രത്തിൽ ഞാൻ തരൂല കേട്ടോ. കാരണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി തന്നില്ലെങ്കിലോ. അതുകൊണ്ട് കറിക്ക് ആരെങ്കിലും വരുമ്പോൾ പാത്രമായിട്ട് വന്നോളിട്ടാ, കൊണ്ടുപോവാട്ടാ. അങ്ങനെ നമ്മളെ മത്തിക്കറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കുണ്ടല്ലോ ഈ അടുപ്പത്ത് തന്നെ ഉപ്പേരിക്കുള്ള ചീനച്ചട്ടിയും കൂടി വെച്ച് കൊടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ കറി ഒന്ന് വറവിടണം. വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉള്ളി ഉണ്ടല്ലോ, കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെക്കുക. കാരണം ചെറിയ ഉള്ളി എടുത്തിട്ടാണ് നമ്മൾ വറവൊക്കെ ഇടുക. അപ്പം ഇന്ന് ചെറിയ ഉള്ളി വല്ലാതെ ഇല്ലേ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എടുക്കാത്തത് എന്താ വെച്ചാൽ ഇടയ്ക്കൊക്കെ ചമ്മന്തി പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തില്ല, വലിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ പകുതി മുറിച്ചിട്ട് ഒരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ട് അത് മുറിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വറവിടാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു അടിപൊളി തേങ്ങ അരച്ച മത്തിക്കറിയിലേക്ക് നല്ലൊരു വറവും കൂടി ഇട്ടാൽ ഇന്നത്തെ കറി സൂപ്പറാകും ഗൈസ്. അപ്പം നമ്മളെ കറി വെന്തു കേട്ടോ. ഞാൻ ഉള്ളിയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിന്, കുറച്ച് നേരത്തെ അരിഞ്ഞ് വെച്ചാണ്, ബാക്കി അരിയാനുള്ളതും കൂടി ഒന്ന് അരിയാണ് കേട്ടോ. കറി നല്ലോണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓലക്കൊടിയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയാണ്. ഉച്ചയാകുമ്പോഴേക്കും ഒരു 12 മണി ആകുമ്പോഴേക്കെങ്കിലും നമ്മൾ അടുക്കളയിലെ പണി കഴിഞ്ഞ് ഇറങ്ങിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. സത്യം മറിച്ചൊന്ന് കുറച്ച് നേരം വൈകുകയും ചെയ്തിന്. അല്ലെങ്കിൽ ഞാൻ ഒരു 12:30 ആകുമ്പോഴേക്ക് കുളിച്ച് കയറണതാണ്. ഇന്ന് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞാൻ കയറുമ്പോൾ 1:15 കേട്ടോ. എന്താവുമെന്ന് ഇത്ര നേരം വൈകുന്നില്ലേ. ചില ദിവസങ്ങളൊക്കെ അധികം ഇങ്ങനെ നേരം വൈകലുണ്ട്, ചില ദിവസം മാത്രമേ നേരത്തെ പണി കഴിയുള്ളൂ. അതെന്താവോ, ചില ദിവസം അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച്. ഇനി ഞാൻ ചീനച്ചട്ടി കുറച്ച് വെള്ളം അതിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി അത് നല്ലോണം അടുപ്പത്ത് വെച്ചിന് കേട്ടോ. ഈ ചീനച്ചട്ടിക്കൊക്കെ അത്യാവശ്യം പഴക്കമുണ്ട് കേട്ടോ ഗൈസ്. ഇനി അതിൻ്റെ അടിയിൽ എന്താ ഇങ്ങനെ കറുപ്പ് എന്ന് വിചാരിക്കേണ്ട, കുറേ വർഷങ്ങളായ ചീനച്ചട്ടിക്കാണ്. എല്ലാം അല്ല കേട്ടോ, ഇത് മാത്രം, മറ്റേതൊക്കെ പുതിയതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് വേണം നമ്മൾ മീൻ കറിയിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം. കാരണം മീൻ കറി ആകുമ്പോഴും പച്ചക്കറി ആകുമ്പോഴും നമ്മളിങ്ങനെ ഒരു വറവിടും. ചിലയിടത്ത് എന്തോ ഇതിന് പറയുക, എനിക്കറിയില്ല. അല്ലാണ്ട് ഇത് മീൻ കറിയിലേക്കാണെങ്കിൽ ഇങ്ങനെ, പച്ചക്കറിയിലേക്കാണെങ്കിൽ കടുക് അല്ലേ. ഇതിൽ ഉലുവ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ഉലുവ ഇട്ടില്ല, കാരണം കറി വെക്കുമ്പോൾ ഞാൻ ഉലുവ ഇട്ടണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വഴറ്റണയിലേക്ക് ഉലുവ ഇട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ഈ സംഭവം റെഡിയായി. അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഉപ്പേറി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ചീനച്ചട്ടി വീണ്ടും അവിടെ വെച്ച് നമ്മളെ കറി നല്ല അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറായിട്ട് റെഡിയായിന്. ഇനി ഈ ചീനച്ചട്ടി ഇത് ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, കടുകൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് വെയിറ്റിങ്ങിലാണ്. അപ്പോഴേക്ക് ആ കറി ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. ചോറൊക്കെ ഊറ്റി കഴിഞ്ഞ് റെഡി ആയതുകൊണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് മൂടി വെക്കണം. ചോറ് നായക്കുട്ടികൾക്ക് കുറച്ച് വിളമ്പി വെക്കണം, എന്നാലേ അത് പെട്ടെന്ന് ചൂടാറി കിട്ടുള്ളൂ നമുക്ക് കൊടുക്കാനായിട്ടേ. അപ്പോഴേക്കും നമ്മളെ ചീനച്ചട്ടി റെഡി ആയിന്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോഴേക്ക് ഇനി ഉപ്പൊക്കെ അടുത്ത് തന്നെ കൊണ്ടുവയ്ക്കിട്ടോ. ഇനി പെട്ടെന്ന് ഇനി അത് നേരം വൈകി പോവരുതല്ലോ വിചാരിച്ചിട്ട്. അപ്പം ചില സമയം ഉപ്പിടാൻ മറന്നും പോവേ, അതുകൊണ്ടാണ് ഓർമ്മയുള്ള സമയത്ത് അതൊക്കെ എടുത്ത് അടുത്തേക്ക് കൊണ്ടുവയ്ക്കണത്. അങ്ങനെ കടുകിട്ടു ഗൈസ്. ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കണം. അപ്പം നല്ലോണം ഒന്നും കൂടി കഴുകുകയാണ് കേട്ടോ. ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം എനിക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിലിട്ടിട്ട് ഒന്നുകൂടി എങ്ങനെ ഒന്ന് ആക്കിയതാണ്. അതിലൊന്നും പോകാനൊന്നും ഇല്ല. അപ്പം ഇനി കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമുക്കത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണ ചെറിയൊരു ജോലിയിലേക്ക് കടന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടേ എല്ലാവരും നമ്മളെ കുക്കിങ്ങിനെ പറ്റി അഭിപ്രായം പറയണം. വലിയൊരു കുക്കിംഗ് ചാനലൊന്നുമല്ല, ചെറിയൊരു സാധാരണ വ്ളോഗ് നടത്തുന്ന ഒരു ചെറിയ ചാനൽ. അതിൽ നമ്മൾ അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗ്.
ചിലവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലവർക്ക് ശരിയാവുമെന്ന് കേട്ടില്ലേ, അതുപോലെ ചില ചാനൽ വീഡിയോസ് ആവും ചിലവർക്ക് ഇഷ്ടം, ചിലവർക്ക് നമ്മളത് ഇഷ്ടമാവും. അങ്ങനെ കാണുന്നവർ കാണട്ടെ, അല്ലാത്തവർ കാണണ്ട. അങ്ങനെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളല്ല, ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് വേവാനാകുമ്പോൾ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഇന്ന്, സ്പെഷ്യലായിട്ട് അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ച്. കാരണം ഒരുപാട് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ചീര ഉപ്പേരിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഈ ചീരയ്ക്ക് അല്ലെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ആ മറ്റേ വേലിച്ചീര ഉണ്ടല്ലോ, ചിലവർ ഇതിന് എന്തൊക്കെയോ പേര് പറയും, അതിൻ്റെ അങ്ങനെയുള്ള പേരൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനൊരു ചീര, നമ്മളെ നാട്ടിലൊക്കെ അതിനിങ്ങനെ വേലിച്ചീര എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ചെമ്പൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ടേ നമ്മൾ അടുപ്പത്തേക്ക് വെള്ളം വെക്കണം. കുറച്ചധികം പാത്രം കഴുകാണ്ട് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിൽ. ഇതിലേനി ഞാൻ ദോശമാവൊക്കെ അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ നന്ദമോളോട് ഞാൻ അതിൽ ബാക്കി വന്ന ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞ് അവളത് ഒഴിവാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ നിറച്ച് വെക്കണം. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ വേഗം വേഗം കഴുകിയെടുക്കാൻ വിചാരിച്ചിട്ടോ. പാത്രം കഴുകിയാലും തീരൂല ഗൈസ്. അത് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ളതൊക്കെ കഴുകിയാലും എന്തായാലും പാത്രങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ നന്ദുവിനോട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പണിയെടുക്കുന്നത്. നന്ദുവും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അതാ മിക്സീൻ്റെ ജാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്ദു ഫ്രിഡ്ജിൽ 2 ദിവസം മുന്നേയുള്ള ചട്നി ഉണ്ട്, അപ്പം അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാനും സത്യത്തിൽ അത് മറന്നാണ്, അല്ലെങ്കിൽ അതൊക്കെ എടുക്കേണ്ട സമയം കഴിഞ്ഞ്. ഫ്രിഡ്ജിലൊക്കെ എല്ലാം നല്ല കാര്യത്തിൽ എടുത്ത് കൊണ്ടേക്കേ ഞാനത് മറന്നും പോവും. പിന്നെ 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അത് എടുത്ത് കഴിഞ്ഞ് ഒഴിവാക്കുക. പിന്നെ ഇപ്പം എന്തിനാണ് എടുത്ത് വെക്കണത് അല്ലേ. എന്തായാലും അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് നന്ദമോൾ എടുത്തുകൊണ്ടോന്ന് ഞാൻ പാത്രമൊക്കെ തേച്ച് ഏകദേശം കഴിയാനായി. ഓവറായിട്ടൊന്നുമില്ല, എന്നാലും ഉണ്ട്. രാവിലെ കുറേ പാത്രം കഴുകി, പിന്നീടും കഴുകി. മൂന്നാമത്തെ കഴുകലാണ് ഗൈസ് ഇന്ന്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കറിയും ഉപ്പേരിയും ഒക്കെ ആയിട്ട് അടുപ്പത്ത് കുറച്ച് ചൂടുവെള്ളം വെക്കാം. രാത്രിയിൽ കുടിക്കാനും ഒക്കെ നമുക്കത് അത്യാവശ്യമാണ് കേട്ടോ. ഈ പച്ചവെള്ളം അങ്ങനെ കുടിക്കാൻ വയ്യ. പച്ചവെള്ളമൊക്കെ കുടിക്കാൻ പണ്ടൊക്കെ ആണെങ്കിൽ എവിടുത്തെ വെള്ളം നമുക്ക് കിണറിലെ വെള്ളമൊക്കെ അപ്പടി മുക്കിയിട്ട് കുടിക്കാം. ഇപ്പോൾ നമുക്ക് പല അസുഖങ്ങളുള്ള കാരണം പച്ചവെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. നമ്മൾ ഈ ബക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്ന നല്ല കിണറിലെ വെള്ളം കേട്ടോ. ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഭക്ഷണത്തിനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ തുണി അലക്കാനും കുളിക്കാനും നമ്മൾ ബാത്റൂമിൽ ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിലെ ശുദ്ധജലം ഉണ്ടല്ലോ, ജപ്പാൻ കുടിവെള്ള പദ്ധതി, അതത്തെ വെള്ളമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പോയത്. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം ഗൈസ്. സെറ്റായി നമ്മൾ മീൻ കറി എങ്ങനെ ഇരിക്കണ്, സൂപ്പറല്ലേ. ഇനി വേഗം ഒന്ന് തിരുമ്പി കുളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ അടുക്കളയിലെ പണി ഏകദേശം കഴിഞ്ഞ്. നായക്കുട്ടീൻ്റെ മീൻ കറി ചമ്മന്തി ഉണ്ട് കേട്ടോ രാവിലത്തെ ഒക്കെയായി. ഇനി ഇതിലേക്ക് കുടിക്കാനുള്ള കുറച്ച് വെള്ളം കൂടി വെച്ചാൽ എൻ്റെ ഇന്നത്തെ അടുക്കളപ്പണി ഏകദേശം കഴിഞ്ഞ്. ഇനി കിടക്കുന്ന ഗൈസ് പുറത്താണ്, തുണി അലക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇനി ആ ഒരു പ്ലേറ്റും കൂടി കഴുകാണ്ട് എന്നിട്ട് നമ്മൾ സിങ്കൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകി അടിച്ച് വാരി അടുക്കള വൃത്തിയാക്കിയിട്ട് വേണം ഈ സാധനങ്ങളും കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവാൻ. അങ്ങനെ ഞാൻ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു കയറി കൂട്ടുകാരെ. അപ്പോഴേക്കും എൻ്റെ നന്ദുമോൾ റവ എടുത്തിട്ട് എന്തൊക്കെയോ സാധനം ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇത്തിരി കിടക്കുന്നിടത്തുനിന്ന് വന്നിട്ടോ. അപ്പോഴേക്കും എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കയറിയിട്ടുണ്ടേനി. അപ്പോൾ ആദ്യം തന്നെ എനിക്കാണ് കേട്ടോ തരുന്നത്. ഞാൻ തിന്ന് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ നല്ല മധുരം കേട്ടോ. ഇവളെല്ലാ സാധനത്തിലും നല്ല മധുരം ഇടും. കുഴപ്പമില്ലാത്ത മധുരം ഇട്ട് ആളെ ഷുഗർ വരുത്തിക്കും ഇവള്. എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണം, നല്ല ടേസ്റ്റ്. നെയ്യൊക്കെ ഒഴിച്ചണേ, പക്ഷെ മുന്തിരി ഉണ്ടേനി ഇവിടെ, അത് ആൾ കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനൊരു കുഞ്ഞ് കഷ്ണം കൂടി എടുത്ത് ഒന്ന് വായിലിടാൻ വിചാരിച്ചിട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. മധുരമാണ് സഹിക്കാൻ പറ്റാത്തത്. പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കിയാലും കൂടെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മധുരം എടുത്തിടും. അങ്ങനത്തെ ഒരു പ്രാന്തത്തിയൊക്കെയാണത്. എന്തായാലും വീട്ടിലോരോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഓരോന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കൂ കേട്ടോ. അപ്പോൾ അതൊന്നൊരു കഷ്ണം എടുത്ത് പോയി ബാക്കി സംഭവം അവിടെ മൂടി വെച്ചിന്. ആർക്ക് വേണേലും തിന്നാം. എന്തായാലും എനിക്കിനി അത് വേണ്ട. ഞാൻ ചോറ് തിന്നട്ടെ കേട്ടോ. എനിക്ക് ലൈവൊക്കെ ഇടാൻ ഏകദേശം സമയമായി തുടങ്ങി. അപ്പോൾ ഒരു 1:45 1:35 ആയപ്പോൾ ഞാൻ ചോറ് തിന്നാൻ വേണ്ടി പ്ലേറ്റൊക്കെ എടുത്ത് ചോറൊക്കെ വിളമ്പി ഗായ്സ്. ഇനി ചോറ്, കുറച്ച് ഉപ്പേരി, കുറച്ച് ചമ്മന്തി, കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ചോറ് തിന്നാം. ഈ ചമ്മന്തി കോരിയിട്ടും കിട്ടില്ല, ഭ്രാന്ത് പിടിക്കാം. പിന്നെ ഞാൻ വിചാരിച്ച് എന്താ പറയുക, കൈകൊണ്ട് വാരിയാലോ എന്ന്. മോശമല്ലേ. അതുകൊണ്ട് വീണ്ടും സ്പൂൺ കൊണ്ട് എടുക്കും. ചമ്മന്തി ഇങ്ങോട്ട് വരുന്നില്ല സ്പൂണിൽ. പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോയി. ഇനി കുറച്ച് മീൻകറി എടുക്കുക. അപ്പോൾ നല്ല 3 കഷ്ണം മീൻ കിട്ടിയപ്പോൾ ഞാൻ ഒരു കഷ്ണം അതിലേക്ക് തന്നെ ഇട്ടിട്ടോ. ഒരുപാട് മീനൊന്നും വേണ്ട, 2 കഷ്ണം മീനൊക്കെ മതി.
മത്തി ഞാൻ നല്ലോണം നടുവൊക്കെ മുറിച്ചിട്ടായിട്ടൊന്ന് കറി വെച്ചത്, അല്ലെങ്കിൽ ഞാൻ മുഴുവനായിട്ട് ഇടലുണ്ട്. അങ്ങനെ കുറച്ച് ഉപ്പേരി ഇനി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് മാത്രമുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ഉപ്പേരിയും കൂടി എടുത്തിട്ട് നമുക്കിന്ന് ഉച്ചത്തെ ചോറ് തിന്നാം. അപ്പോൾ എല്ലാവർക്കും ചോറും കറിയൊക്കെ റെഡിയായെന്ന് വിചാരിക്കണം. എല്ലാവർക്കും നമ്മളെ ചോറും കറി ഇഷ്ടമായെന്ന് വിചാരിക്കണം. എൻ്റെ അടുക്കള വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. വീഡിയോ കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് കമൻറ്റൊക്കെ ഇട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് തിന്നട്ടെ. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയായിട്ട് കഴിക്കുകയാണ് ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇന്നുണ്ടായിട്ടില്ല. ഇനിയിപ്പം ലൈവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കുള്ളൂ. അതിന് എല്ലാവരും വീട്ടിലെത്തണം. എല്ലാവരും വന്നിട്ടേ നമ്മൾ ചായ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസമൊക്കെ നല്ലതായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ, സീ യു ഗൈസ്.